തുടക്കത്തിൽ വലിയ ആവേശത്തോടെ ഒരു കാര്യം തുടങ്ങും, പിന്നീട് അത് പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിക്കുകയും ചെയ്യും. ആ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഇതിന് ഒരു പരിധി വരെ മറികടക്കാൻ സ്ഥിരതയോടെ കാര്യങ്ങൾ ചെയ്യാനും നമ്മെ സഹായിക്കുന്ന ചില ടിപ്സാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ടിപ്പ് നമ്പർ 1, ബ്രേക്ക് ഇറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ലക്ഷ്യം നമ്മുടെ മുന്നിൽ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് മടുപ്പ് തോന്നും അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു റൂം ക്ലീനിങ് ചെയ്യണം എന്ന് നമുക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ചെറിയതായിട്ടുള്ളൊരു എന്താ പറയുക, മടുപ്പ് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും. ഇത്രയും നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക മടുത്തു, എന്നാൽ പിന്നെ ഞാൻ നാളത്തേക്ക് അത് മാറ്റി വെച്ച് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. പക്ഷേ നമ്മളങ്ങനെ ചെയ്യാതെ ഒരു റൂം, ഇപ്പോൾ നമുക്ക് നമ്മുടെ റൂം തന്നെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനാല ജസ്റ്റ് തുടച്ച് ക്ലീൻ ചെയ്യുക. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അല്ലേ, അത്രയും ഞാൻ ക്ലീൻ ചെയ്തല്ലോ എന്നോർത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പം ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ചെറിയതായിട്ട് ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യും, സന്തോഷം ലഭിക്കും. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനായിട്ടാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 2, അണ്ടർസ്റ്റാൻഡ് ദ ഇനീഷ്യൽ റഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് തുടക്കത്തിലുള്ള ആ ഒരു ആവേശം നമ്മുടെ തലച്ചോറിൻ്റെ ഡോപാമിൻ്റെ ഉൽപ്പാദനം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് കുറയുമ്പോഴാണ് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മൾ നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് പഠിപ്പിക്കുക, ഈ ഒരു പർട്ടിക്കുലർ കാര്യം എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതെൻ്റെ ആവേശത്തിലുള്ള അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. ടിപ്പ് നമ്പർ 3, റിമെമ്പർ വൈ. അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം തുടങ്ങാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം തുടങ്ങി വെച്ചതിലൂടെ എനിക്ക് എന്താണ് നേട്ടമാണ് ഉള്ളത്, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം എന്താണെന്നുള്ളതെന്ന് നമ്മൾ ഓരോ ദിവസവും നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ ഒരു ചോദ്യം നമ്മൾ എന്നും ചോദിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ഒരു ലക്ഷ്യം എത്താനും ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മളോട് തന്നെ കണ്ടിന്യൂസ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ടിപ്പ് നമ്പർ 4, 5 മിനിറ്റ് റൂൾ. അതായത് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം, അതായത് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 5 മിനിറ്റ്സ് നമ്മൾ തന്നെ മൈൻഡിന് കൊടുക്കുക. ഓക്കെ, അതിനൊന്ന് പ്രിപ്പയർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡിന് ഒരു 5 മിനിറ്റ് റൂൾ എന്ന രീതിയിൽ 5 മിനിറ്റ്സ് നമ്മൾ കൊടുക്കുക. അപ്പം നമ്മുടെ മൈൻഡ് ഒന്ന് കാമാവും. ടിപ്പ് നമ്പർ 5, കൺസിസ്റ്റൻസി ഓവർ ഇൻറ്റൻസിറ്റി. അതായത് നമുക്ക് തുടക്കത്തിൽ ഒരുപാട് സമയം കളയുന്നതിനേക്കാൾ നമുക്ക് നല്ലത് ദിവസവും കുറച്ച് സമയം വീതം ചിലവഴിക്കുന്ന. അപ്പം അങ്ങനെ കുറച്ച് സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരതയോടുകൂടി നമുക്ക് അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ടിപ്പ് നമ്പർ 6, അവോയ്ഡ് ഓവർ എക്സ്പെക്റ്റേഷൻസ്. അതായത് നമ്മൾ കൂടുതലായിട്ട് ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പോകുമ്പം നമ്മൾ കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ആ ഒരു കാര്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു നിരാശയായിട്ട് മാറും. ടിപ്പ് നമ്പർ 7, സെൽഫ് അപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവർക്ക് അവരെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളൊന്നും കൊടുക്കാറില്ല. ജസ്റ്റ് ഒരു മട്ടായെങ്കിലും നമുക്ക് തന്നെ മേടിച്ച് കൊടുക്കുമ്പോൾ പിന്നെ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ആണ്, നെക്സ്റ്റ് ഒരു കാര്യം ചെയ്യാമെന്നുള്ള കോൺഫിഡൻസ് കിട്ടും. അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ ഒരു കാര്യത്തിൽ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അതാ സംഭവിക്കുന്നത്. അപ്പം നമുക്കും അത് നമ്മളെ തന്നെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഒരു അഭിമാനം ഉണ്ടാവും. അങ്ങനെ നമുക്ക് സന്തോഷമാണ് കിട്ടുന്നത് ഒരു കാര്യത്തിലൂടെ. അപ്പം ഇത്രയും ടിപ്സാണ്, 7 ടിപ്സ് ഞാൻ പറഞ്ഞു തന്നു. അപ്പം നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നമുക്ക് എല്ലാവർക്കും ഓരോരോ ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പം എൻ്റെ ഈ കുഞ്ഞു ടിപ്സ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.